ായമില്ല. അവൻ തെരഞ്ഞെടുക്കുന്ന നബിമാരിലൂടെ അതിൻ്റെ അന്ത്യമായ കർമ്മം നിർവഹിച്ചു പോയ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്നതുപോലെ ആ റസൂലിലും നിങ്ങൾ വിശ്വസിക്കൂ. മാത്രമല്ല, അങ്ങനെ നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, അതുപോലെ മുത്തു മുസ്തഫയെ സംബന്ധിച്ചുള്ള വിശ്വാസമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഗ്രഹിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ച് അത് നിങ്ങൾ അറിയാത്തവരോട് പഠിപ്പിച്ചു കൊടുത്ത് നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ മക്കളെ വളർത്തി, അതുപോലെ തന്നെ മാതാപിതാക്കളോട് ഉപദേശം കൊടുക്കേണ്ടടുത്ത് അങ്ങനെ കൊടുത്ത്, ജ്യേഷ്ഠാനുജന്മാർക്ക്, സഹോദരീ സഹോദരന്മാർക്ക്, പെങ്ങന്മാർക്ക്, ആങ്ങളമാർക്ക്, മുത്തുമ്മമാർക്ക്, മുത്തുപ്പമാർക്ക് ആരൊക്കെയുണ്ടോ, ആരോടൊക്കെ എന്തൊക്കെ നമുക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനുണ്ടോ അതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ത്യാഗം അവിടെ സഹിക്കേണ്ടി വരും. അവിടെ നിങ്ങൾ പിന്മാറല്ലേ. നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരങ്ങളെ കൊണ്ടും നിങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യണേ. ഏറ്റവും വലിയ ജിഹാദിൻ്റെ ഉന്നതമായ കാര്യങ്ങളടക്കം ഏറ്റവും ചെറിയ കാര്യങ്ങൾ വരെ വിശാലമായ അർത്ഥത്തിൽ ഉൾപ്പെടുന്ന പദമാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ജിഹാദെന്ന് നമ്മൾ മനസ്സിലാക്കണം. ജിഹാദെന്ന് കേൾക്കുമ്പോഴേക്ക് വാളും കുന്തവും എടുത്തുകൊണ്ട് തോക്കും ബയനറ്റും അതുപോലെ തന്നെ പീരങ്കികളും അതേപോലെയുള്ള മിസൈലുകളുമൊക്കെ കൊണ്ടുള്ള അറ്റാക്കാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് കടന്ന് സംസാരിക്കുകയല്ല. പക്ഷേ നമ്മുടെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നല്ല ജിഹാദ് വേണം. നന്നായി ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റണം, മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റണം. ചെകുത്താൻ്റെ ദുർബോധനങ്ങൾ ഏശാതെ നമ്മുടെ ഖൽബ് ശുദ്ധമാകണം. അവിടെ ഈമാൻ കൊണ്ട് നിറയണം. നമ്മുടെ മനസ്സുകൊണ്ട് എപ്പോഴും സദാ റഹ്മാനായ റബ്ബ് തന്നെ കാണുന്നു. അവൻ സദാ എന്നെ കേൾക്കുന്നുണ്ട്. ആര് കണ്ടില്ലെങ്കിലും കേട്ടില്ലെങ്കിലും റഹ്മാനായ റബ്ബ് എന്നെ സദാ നിരീക്ഷിക്കുകയാണ്. ഏത് അടച്ചിട്ട റൂമിൽ ഞാൻ ഒറ്റക്കാണെങ്കിലും, ഏത് വിദേശ രാജ്യങ്ങളിൽ എന്നെ അറിയാവുന്ന ആരാരുമില്ലാത്ത ഒരു സ്ഥലത്താണ് ഞാൻ ജോലി ചെയ്യുന്നതെങ്കിലും, ഇനി എന്നെ പരിചയമില്ലാത്തവരിടത്തേക്കാണ് ഞാൻ സ്വന്തമായോ കുടുംബസമേതമോ ടൂർ പോകുന്നതെങ്കിലും, കല്യാണ പന്തലിലാണെങ്കിലും പാർക്കിലാണെങ്കിലും ആഘോഷവേളകളിലാണെങ്കിലും ആസ്പത്രികളിലാണെങ്കിലും എവിടെയാണെങ്കിലും തന്നെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, നിശ്ചയം അല്ലാഹു നിങ്ങളുടെ മേൽ നിരീക്ഷകനായിട്ടുണ്ട് എന്ന് പറയുന്ന നിലക്ക് ആ അടിയുറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ നമുക്ക് റഹ്മാനായ റബ്ബിൻ്റെ പൊരുത്തത്തിലായിക്കൊണ്ട് മരിക്കാം. അങ്ങനെ മരിക്കാൻ സാധിക്കണം. അതിന് അല്ലാഹുവിലും അവൻ്റെ റസൂലിലുമുള്ള വിശ്വാസമാണ് ക്ലിയറാവേണ്ടത്. അത് ശരിയാവാതെ നമ്മുടെ നിസ്കാരം ആർക്ക് വേണം? നമ്മുടെ സക്കാത്ത് കൊണ്ടെന്ത് പ്രയോജനം? ഹജ്ജ് കൊണ്ടെന്ത് പ്രയോജനം? സദഖ കൊണ്ടെന്ത് പ്രയോജനം? ദിക്ർ സ്വലാത്ത് കൊണ്ടെന്ത് പ്രയോജനം? ഒന്നുകൊണ്ടും ഒരു പ്രയോജനവുമില്ല. കാരണം എന്താ? ഏത് കർമ്മം ചെയ്തിട്ടും കാര്യമില്ല. ആ കർമ്മം പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മുൻകരുതലുകളില്ലെങ്കിൽ നമ്മുടെ വീടുകളിലതാ നമ്മൾ ടാങ്കുകളിലേക്ക് നമ്മൾ വെള്ളമടിച്ച് കയറ്റുന്നു, മോട്ടോർ പമ്പുകളിലൂടെ. അതേ, അങ്ങനെ നമ്മൾ കുടിക്കാനും കുളിക്കാനും ഭക്ഷണം പാകം ചെയ്യാനുമൊക്കെ ഉപയോഗപ്പെടുത്തുന്ന നമ്മളുടെ ആ ടാങ്കിലേക്ക് അടിച്ച് കയറ്റുന്ന വെള്ളം പെട്ടെന്നതാ തീർന്നു പോകുന്നു എന്ന് കാണുമ്പോൾ കുടുംബങ്ങളതാ ബേജാറാവുകയാണ്. ഇപ്പം 10 മിനിറ്റായിട്ടല്ലേ ഞാൻ ഫുൾ ടാങ്ക് വെള്ളം അടിച്ചിട്ടുള്ളൂ. എവിടെ പോയി ഈ വെള്ളം? ഇത്രത്തോളം വെള്ളത്തിന് ക്ഷാമമുള്ള ഈ ഒരു കാലത്ത് എവിടെ പോകുന്നു ഈ വെള്ളം എന്ന് അവസാനം പലയിടത്തും പോയി പരിശോധിച്ച് നോക്കുമ്പോഴാണ് ശ്രദ്ധിക്കാതെ ഒരിടത്തിങ്ങനെ ലീക്ക് വരുന്നുണ്ട്. ആ ലീക്കിലൂടെ നമ്മൾ കാണാത്ത സ്ഥലത്തുകൂടെ വെള്ളമങ്ങ് പൊഴുകിപ്പോകുന്നുണ്ട്. അതേ, അടിച്ചു കയറ്റി പൂർണ്ണമായ ടാങ്കിലെ വെള്ളം കാണാനില്ല, നമുക്ക് ഉപയോഗപ്പെടാനാവാതെ അത് വേറൊരു വഴിക്ക് ചോർന്നു പോകുന്നുണ്ട്. ആ ചോർച്ചയടക്കാതെ ആ ചോരുന്ന കാര്യത്തിന് എന്താണ് കാരണമെന്ന് കണ്ടെത്തിയിട്ട് അത് പരിഹരിക്കാതെ നിങ്ങൾ എത്ര
ടാങ്ക് വെള്ളം അടിച്ചു കയറ്റിയാലും നിങ്ങൾക്കത് പ്രയോജനപ്പെടൂല. ഇത് നമ്മളൊക്കെ കുടുംബത്തിൽ അനുഭവിക്കുന്ന കാര്യമല്ലേ? എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിൽ പോയി നിൽക്കുകയാണ്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. അവിടെ ആരും നമുക്ക് സഹായത്തിനില്ല. ബാപ്പക്ക് മക്കൾ വേണ്ട, മക്കൾക്ക് ബാപ്പ വേണ്ട, ഉമ്മ വേണ്ട, ഭാര്യക്ക് ഭർത്താവിനെ വേണ്ട, ഭർത്താവിന് ഭാര്യയെ വേണ്ട, ആർക്കും ആരെയും വേണ്ട. നഫ്സി നഫ്സി, എൻ്റെ തടി ഒന്ന് നരകത്തുനിന്ന് രക്ഷപ്പെടണം, അതിന് ഞാൻ എന്താ വേണ്ടതെന്ന് മോഹിച്ചുകൊണ്ട് നിൽക്കുന്ന ലോകത്ത് എത്തുമ്പോൾ വലിയ പ്രതീക്ഷയോടെ പോയി നിന്നതാണ്. പക്ഷേ വിചാരണയുടെ നേരത്ത് ഏട് കയ്യിൽ കിട്ടിയപ്പോ, പുസ്തകം കയ്യിൽ കിട്ടിയപ്പോ ചെയ്തു പോയ കർമ്മങ്ങളൊന്നും കാണാനില്ല. എല്ലാം നശിച്ചു പോയിരിക്കുന്നു. എവിടെ പോയി ഇതിൻ്റെ പ്രതിഫലമൊക്കെ? എന്തേ കാരണം? നമ്മളൊക്കെ ഒരുപാട് ചെയ്തു എന്നാ നമ്മൾ വിചാരിക്കുന്നത്. ഓ സഹോദരന്മാരെ, ആ കർമ്മങ്ങൾ റബ്ബിൻ്റെ അടുക്കൽ അങ്ങ് കബൂലാകണമെങ്കിൽ അതിന് റബ്ബ് നിശ്ചയിച്ച ചില ഉപാധികളുണ്ട്, കണ്ടീഷനുകളുണ്ട്. കർമ്മങ്ങൾ ചോർന്നു പോകാതിരിക്കാൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന സൂക്ഷ്മതയാണ് യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. ഖുർആനിലതാ ചരിത്രത്തിൽ ഒരു പ്രിയപ്പെട്ട പിതാവിനെ പരിചയപ്പെടുത്തുന്നു. ആ പേരിൽ തന്നെ ഒരു സൂറത്തുണ്ട്, സൂറത്തു ലുഖ്മാൻ. ആ ലുഖ്മാൻ എന്ന പിതാവ് ഉപ്പ തൻ്റെ പൊന്നുമോനോട് സ്നേഹത്തോടെ ഉപദേശം കൊടുക്കുകയാണ്. യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് മോനെ. അത് കടുത്ത അക്രമമാണ്. ശിർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടായിട്ടും കാര്യമില്ല, എല്ലാം പൊളിഞ്ഞു പോകും. മഹാന്മാരായ പ്രവാചകന്മാരെക്കാൾ ഉത്തമന്മാർ ലോകത്ത് വന്നിട്ടുണ്ടോ? ഇനി ഖിയാമത്ത് നാൾ വരെ അവരെ പോലെ ഉള്ള ഒരു മഹാന്മാർ ഇനി വരാനുണ്ടോ? ഇല്ല എന്നുറപ്പല്ലേ. പക്ഷേ ആ നേതാക്കളോട് പോലും അള്ളാഹു പറഞ്ഞതെന്താ വിഷയത്തിൻ്റെ ഗൗരവം? നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്താൽ എൻ്റെ അമലൊക്കെ പൊളിഞ്ഞു പോകും, പരലോകത്ത് നഷ്ടപ്പെടുമെന്ന് മുത്തു മുസ്തഫയടക്കമുള്ള സകല അമ്പിയാക്കളോടും പറഞ്ഞെങ്കിൽ അവരൊന്നും ശിർക്ക് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ടല്ല. കാരണം അവരൊന്നും നമ്മെപ്പോലെയല്ല. നമുക്കൊന്നും റബ്ബിൻ്റെ പ്രത്യേകമായ കാവൽ കിട്ടുന്നവരല്ല. നമ്മളാരും മഅ്സൂമുകളല്ല. അതേ അവസരത്തിൽ അമ്പിയാക്കന്മാർ അവർ മഅ്സൂമുകളാണ്. അവരിൽ എന്താ വൻപാപങ്ങൾ വരാതെ റഹ്മാനായ റബ്ബിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന, കാവൽ കിട്ടുന്ന ആളുകളാണവരൊക്കെ. പക്ഷേ അവരായാലും ശരി, വന്നുപോയാൽ നഷ്ടമാണെന്ന് ലോകത്തെ പഠിപ്പിക്കുന്നു. റഹ്മാനായ റബ്ബുൽ ആലമീൻ അത് പഠിപ്പിക്കുന്നത് സാധുക്കളായ നമ്മൾ ശരിക്കും സൂക്ഷ്മതയോടെ ജീവിക്കാനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ശിർക്ക് കലരാതെ ജീവിച്ചാലേ അവിടെ നമുക്ക് കുടുംബസമേതം സ്വർഗത്തിൽ നിർഭയത്വത്തോടെ കടക്കാൻ പറ്റുകയുള്ളൂ. അല്ലദീന ആമനൂ, യഥാർത്ഥത്തിൽ വിശ്വാസം സ്വീകരിച്ച ആളുകൾ, വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ, അവരുടെ ഈമാനിൽ അല്പം പോലും ളുൽമ കലർന്നിട്ടില്ല, ശിർക്ക് കലർന്നിട്ടില്ല, കുഫ്ർ കലർന്നിട്ടില്ല. അങ്ങനെ അങ്ങ് മരിച്ചുപോയ ആളുകൾ ആരാണോ, ഉലായിക ലഹുമുൽ അംനു, അവർക്കാണ് നിർഭയത്വമുള്ളത്. അവർക്കാണ് രണ്ട് ലോകത്തും നിർഭയത്വവും. അവരാണ് സന്മാർഗം കിട്ടിയിട്ടുള്ള മഹാന്മാരെന്ന് റഹ്മാനായ റബ്ബ് പറയുമ്പോൾ വളരെ ഗൗരവത്തോടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ കുടുംബത്തിലെ നാഥന്മാരും കുടുംബാംഗങ്ങളൊക്കെ ഇവിടെയുണ്ടല്ലോ. നിങ്ങൾ ചിന്തിക്കുക, ഞാൻ നേതൃത്വം കൊടുക്കുന്ന എൻ്റെ വീട്, ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്, എൻ്റെ വീട്ടിലെ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ബന്ധപ്പെട്ടവർ, ആ ഒരു 4 ചുമരുകൾക്കകത്ത് തൻ്റെ കുടുംബത്തിൽ തൻ്റേതായ ചെലവിൽ ജീവിക്കുന്ന, താനേറെ സ്നേഹിക്കുന്ന, കാല് വളരുന്നു കൈ വളരുന്നു എന്ന് നോക്കി വളർത്തി വലുതാക്കിയ തൻ്റെ മക്കൾ, അതേപോലെ തന്നെ ഏറ്റവും സ്നേഹത്തോടെ ജീവിക്കുന്ന ഭാര്യാഭർത്താക്കൾ, അതേ ഏറ്റവും വലിയ പരിലാളനകളും ലാളനകളും നൽകിക്കൊണ്ട് നമ്മൾ പരിചരിക്കുന്ന നമ്മുടെ പ്രായമായ മാതാപിതാക്കൾ ആരാവട്ടെ, ഒന്ന് പരിശോധിക്ക്. ഈ നമ്മുടെ കർമ്മങ്ങളെ ചോർത്തിക്കളയുന്ന വല്ല പിശകുകളും നമ്മുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങൾ നോക്ക്, ധാരാളം ആളുകൾ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇത് നമുക്ക് എങ്ങനെയെങ്കിലും അംഗീകരിക്കാൻ കഴിയുമോ?
നിങ്ങൾ നോക്കൂ, മഹാന്മാരായ പ്രവാചകന്മാരഖിലം തേടിയത് ആരോടാണ്? അള്ളാഹുവിനോടല്ലാത്ത ഒരു ദുആ പരിശുദ്ധ ഖുർആനിൽ മുഴുവൻ തെരഞ്ഞു നോക്കൂ, നമുക്ക് കാണാനാവില്ലല്ലോ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അതല്ലേ ഒന്നാമത്തെ പുരുഷൻ മനുഷ്യൻ, അവരുടേതായ ഭാര്യ ഹവ്വാ റളിയല്ലാഹു അൻഹാ, അതല്ലേ പ്രഥമ വനിത. അവിടുന്ന് അങ്ങോട്ട് അതാ വിശുദ്ധ ഖുർആനിൻ്റെ ആ ഓരോ ചരിത്രങ്ങളിലും പ്രതിപാദനങ്ങളിലും വന്നുപോയിട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ചരിത്രം, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം, മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം, ഈസാ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം, മറ്റ് അംബിയാക്കളുടെ ചരിത്രം, സാലിഹീങ്ങളുടെ ചരിത്രം, ശുഹദാക്കളുടെ ചരിത്രം, സിദ്ദീഖീങ്ങളുടെ ചരിത്രം, അങ്ങനെയുള്ള ഏതൊക്കെ മഹാന്മാരുണ്ടോ അവരുടെയൊക്കെ ചരിത്രം പറയുന്നിടത്ത് റഹ്മാനായ റബ്ബിനോടല്ലാത്ത ഒരു ദുആ കാണാൻ കഴിയുന്നുണ്ടോ? കാണാൻ കഴിയൂല. റബ്ബിനോട് മാത്രമാണ് അവരൊക്കെ പ്രാർത്ഥിച്ചത് സഹോദരങ്ങളെ. ഇനി നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉണരുന്നത് മുതൽക്ക് ഉറങ്ങും വരെ എന്തൊക്കെ ദിക്ർ ചൊല്ലാനുണ്ട്, എത്ര ദുആ ഇരക്കാനുണ്ട്. ആ ദിക്റുകളിലോ ദുആകളിലോ അല്ലാഹുവിനോടല്ലാത്ത ഒരു ദുആ നമുക്ക് കാണാൻ കഴിയുമോ? എങ്കിൽ കാര്യം വളരെ വ്യക്തമല്ലേ. എന്തിനാ പിന്നെ ഈ അഭിപ്രായ വ്യത്യാസം? അതുകൊണ്ട് പ്രാർത്ഥനകൾ അഖിലം റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. നമുക്ക് ദുനിയാവിൽ പലരുമായും സഹായങ്ങളും സഹകരണങ്ങളും ഇല്ലാതെ ജീവിക്കാനാവില്ല. എനിക്കൊരു 100 രൂപയുടെ കടം ആവശ്യമെന്നാൽ ഉള്ള ഒരാളോട് ഞാൻ തേടാറുണ്ട്, സഹായം തേടാറുണ്ട്. അതിവിടെ ജീവിച്ചിരിക്കുന്ന ആളുകളോട്, നമ്മൾ കാണുന്ന നമ്മൾ അറിയുന്ന ആളുകളോട് നമ്മളങ്ങനെ നമ്മുടേതായ ചില കാര്യങ്ങൾ നേടാൻ വേണ്ടി ജീവിതം അങ്ങനെയാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടതും. ഒരു കൂട്ടമായ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ അതൊക്കെ നമുക്ക് പരസ്പരം കാണാനും അറിയാനുമൊക്കെ കഴിയാവുന്ന ആളുകളോടാണ്. അതേ അവസരത്തിൽ ഒരു വ്യക്തി മരണപ്പെട്ടു പോയാൽ അതേ നമ്മുടെ ഏതൊരു വിഷയങ്ങളും തന്നെ നമ്മുടെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള വിഷയത്തിൽ റബ്ബിനോടല്ലാതെ ഒരു പടപ്പിനോടും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമില്ല. അത് കേൾക്കാനോ ഉത്തരം ചെയ്യാനോ അവരെ കൊണ്ട് സാധ്യമേ അല്ല. അങ്ങനെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള ഏതൊരു വിഷയമാകട്ടെ അത് റഹ്മാനായ റബ്ബിലേക്ക് മാത്രം തിരിച്ചുവിടണം. കാരണം അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന റബ്ബിനോട് മാത്രമേ നമുക്കുണ്ടാകാവൂ. നമ്മളെപ്പോഴും കേൾക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ എൻ്റെ കുടുംബത്തിൽ എവിടെയെങ്കിലും വല്ല പാളിച്ചകളും വരുന്നുണ്ടോ? പ്രയാസം വരുമ്പോൾ ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്ന ആളുകൾ എൻ്റെ വീട്ടിലുണ്ടോ? മുഹീദ്ദീൻ ശൈഖേ മമ്പുറത്തെ തങ്ങളെ കാക്കണേ, ഉള്ളാൾ തങ്ങളെ കാക്കണേ എന്ന് പറയുന്ന അങ്ങനെ പലരും പലരെയും വിളിച്ച് തേടുന്ന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ദുരന്തം നമ്മുടെ പരിചയത്തിലുണ്ടോ? അതേ, അവരൊക്കെ എന്ത് വിശ്വാസത്തിലാണ് അവരോട് വിളിച്ച് തേടുന്നത്? റബ്ബിനോട് നമ്മൾ തേടുമ്പോഴുള്ള അതേ വിശ്വാസമാണ് ഇവരോടൊക്കെ വിളിച്ച് തേടുമ്പോഴും ഇവർക്കുമുള്ളത്. എവിടെ നിന്ന് വിളിച്ചാലും എൻ്റെ റബ്ബ് കേൾക്കും. ഇതല്ലേ നമ്മുടെ വിശ്വാസം. ഞാൻ എവിടെയാണെങ്കിലും എൻ്റെ റബ്ബ് എന്നെ എപ്പോഴും കാണും, എപ്പോഴും എൻ്റെ ശബ്ദം കേൾക്കും. എൻ്റെ മനസ്സുപോലും കൃത്യമായി അറിയാം. ഞാൻ എന്ത് ചോദിച്ചാലും എവിടെയാണെങ്കിലും ഉത്തരം ചെയ്യാൻ എൻ്റെ റബ്ബിന് കഴിയും. ഏത് വിഷയം ചോദിച്ചാലും അതൊക്കെ തരാൻ മാത്രം എൻ്റെ റബ്ബിൻ്റെ ഖജനാവ് വിശാലമാണ്. എന്തും തരാൻ ഏത് സമയത്ത് 1000 ആളുകൾ 1000 ആവശ്യത്തിന് വേണ്ടി 1000 ഭാഷകളിൽ 1000 സ്ഥലങ്ങളിൽ വെച്ച് തേടിയാലും അതൊക്കെ വേറെ 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 കേട്ട് മനസ്സിലാക്കി ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ എന്താണ് ചോദിക്കുന്നതെന്ന് കൃത്യമായി അറിഞ്ഞും കേട്ടും കണ്ടും അതേപോലെ തന്നെ അതിന് ഉത്തരം നൽകാൻ കഴിവും ശക്തിയുമുള്ളവൻ അല്ലാഹു റബ്ബുൽ ആലമീൻ. അവനല്ലാത്ത മറ്റൊരാളുമില്ല. ഇത് അടിയുറച്ച് വിശ്വസിക്കണം. ആ വിശ്വാസത്തിന് തകരാറ് വരുന്ന നിലക്ക് ഞാൻ എവിടെ നിന്ന് വിളിച്ചാലും എൻ്റെ വിളി ഇന്ന ശൈഖ് കേൾക്കും, ഇന്നയാൾ എല്ലാം കാണും, എല്ലാം കേൾക്കും, എവിടെയാണെങ്കിലും വിളിച്ചാൽ വിളിപ്പുറത്ത് വരുമെന്ന് വിശ്വസിക്കുന്ന അതേ എത്ര ഗുരുതരമായ കാര്യമാണ്. ചിന്തിച്ചു നോക്ക്. അതേ, നിങ്ങൾ മടവൂരിലുള്ള ആ മടവൂർക്കാരനെ സംബന്ധിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. CM മടവൂർ എന്ന് പറയുന്ന വ്യക്തി, അയാളാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ
വിശദീകരിക്കുന്നില്ല. ഈ ഒരു സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ആ വിഷയത്തെക്കുറിച്ച് കേൾക്കാത്ത ആരാണുള്ളത്? മുഴുവൻ അദ്ദേഹം കൺട്രോൾ ചെയ്യുകയാണ് പോലും. എന്താണ് ആലം? ഖുതുബുൽ ആലം, മുദബ്ബിറുൽ ആലം. ആലം എന്ന് പറഞ്ഞാൽ അല്ലാഹയല്ലാത്ത മുഴുവനും പറയുന്ന പേരാണ്. അല്ലാഹു ഒഴികെയുള്ള എല്ലാത്തിനും പറയുന്ന പ്രയോഗമാണ് അൽ ആലം. ആ ആലമിൻ്റെ മുഴുവൻ നിയന്ത്രണം നടത്തുന്നത് ഇന്നയാളാണെന്ന് പറഞ്ഞാൽ, ഓ മുസ്ലിമീങ്ങളെ, അത് വിശ്വസിക്കാനൊരു മനുഷ്യന് പറ്റുമോ? എല്ലാം കേൾക്കും, എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്ന സമീഉൽ ആലമാണ്. എവിടെയായാലും കാണുന്ന ബസീറുൽ ആലമാണ്. എവിടെയാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് ഉത്തരം ചെയ്യുന്ന മുജീബുൽ ആലമാണ്. എവിടെയാണെങ്കിലും നമുക്ക് ഉത്തരം ചെയ്യാൻ കഴിവും ശക്തിയുമുള്ള, എല്ലാത്തിനും കഴിവങ്ങോട്ട് കൊടുക്കപ്പെട്ടിട്ടുള്ള ഖദീറാണ്. ആ നിലക്കൊക്കെയുള്ള വിശ്വാസങ്ങളാണ് അല്ലാഹു അല്ലാത്തവരെ കുറിച്ച് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ ലോകത്ത് എന്ത് നടക്കുന്നുണ്ടോ, ഒരു ഇല പോലും താഴേക്ക് വീഴുന്നില്ല, ഒരു പെണ്ണും പ്രസവിക്കുന്നില്ല, ഒരു കുഞ്ഞും ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഔലിയാക്കൾ അറിയാതെ ഒന്നും നടക്കുന്നില്ല പോലും. അവരാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ലോകത്തുള്ള ഫ്ലൈറ്റുകളും വാഹനങ്ങളും എല്ലാം ഇനി അതിൽ വിശദീകരിക്കേണ്ടതില്ലാത്ത നിലക്ക് അർശ് മുതൽ, അതേ റഹ്മാനായ റബ്ബിൻ്റെ അർശ് മുതൽ ഈ ഭൂമിയുടെ അടിത്തട്ട് വരെയുള്ള സകല കാര്യങ്ങളും ഇവർ നിയന്ത്രിക്കുന്നു. അറേബ്യൻ മുശ്രിക്കുകൾ പോലും വിശ്വസിച്ചിട്ടില്ലാത്ത വിശ്വാസം അവരോട് പോലും ചോദിച്ചപ്പോൾ റഹ്മാനായ റബ്ബ് നബി തങ്ങളോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, ആ ജനങ്ങളോട് ചോദിക്ക്, ആരാടോ നിങ്ങളെ സൃഷ്ടിച്ചത്? നിങ്ങളെ മുൻഗാമികളെ സൃഷ്ടിച്ചത്? ആകാശഭൂമികളെ അടങ്ങുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാണ്? സൂര്യചന്ദ്രന്മാരെ കീഴ്പ്പെടുത്തി തന്നതാരാണ്? എല്ലാം കേൾക്കാനും കാണാനും ഒക്കെ കഴിവുള്ളവർ ആരാണ്? ലോകം മുഴുവനെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നിയന്താവാരാണ് എന്നൊക്കെ അബൂജഹലടക്കമുള്ള അറേബ്യയിലെ മുശ്രിക്കുകളോട് ചോദിച്ചാൽ പോലും അവരൊക്കെ പറഞ്ഞ ഒരൊറ്റ മറുപടി അള്ളയാണെന്നാണ് അവരൊക്കെ പറഞ്ഞത്. പക്ഷേ അതിനെയും മറികടന്നുകൊണ്ട് ഇവിടെ ചിലർ പറയാണ് ഇവരാണ് മുഴുവൻ നിയന്ത്രിക്കുന്നത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്തിൻ്റെ വഴിയിലേക്ക് വെളിച്ചം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ കാര്യമാണ്. നമ്മുടെ മാതൃക ആരാണ്? നമ്മൾ എന്നും 5 നേരത്തെ നിസ്കാരത്തിൽ റബ്ബിനോട് തേടുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിലൂടെ നീ ഞങ്ങളെ ചേർക്കണേ, നേരായ റൂട്ടിലേക്ക് ഞങ്ങളെ ചേർക്കണം. ഏതാണ് ആ റൂട്ട്? നീ അനുഗ്രഹിച്ചവരുടെ റൂട്ട്. അത് നബിമാരുണ്ട്, ശുഹദാക്കളുണ്ട്, സിദ്ദീഖുകളുണ്ട്, സാലിഹീങ്ങളുണ്ട്. ഇവരൊക്കെ വിശ്വസിച്ചത്, അവരൊക്കെ പ്രാർത്ഥിച്ചത്, അവരൊക്കെ നേർച്ച ചെയ്തത്, അവരൊക്കെ സത്യം ചെയ്തത്, അവരൊക്കെ വിളിച്ചു തേടിയത് ആരോടാണോ അവരുടെ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണം. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. പുണ്യാളന്മാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടേതായ വിധത്തിലുള്ള ഖബറുകൾ തയ്യാറാക്കി കെട്ടിപ്പൊക്കുകയും മാർബിളിടുകയും അതുപോലെ തന്നെ പ്രതിമകൾ വെച്ചുകൊണ്ടും അല്ലാതെയും കുരിശ് വെച്ചുകൊണ്ടും അല്ലാതെയുമൊക്കെ അറബല്ലാത്തവരുടെ ഖബറിങ്ങളിലേക്ക് ഇത്തരത്തിൽ അവരോട് സഹായം തേടുവാൻ വേണ്ടി വിശുദ്ധരെന്ന് വിശ്വസിക്കപ്പെടുന്നവരോട് തേടിക്കൊണ്ടിരിക്കുന്ന യഹൂദികളുണ്ട്, നസറാക്കളുണ്ട്. അവർക്ക് അവരുടെ വിശ്വാസങ്ങൾ വെച്ച് പുലർത്താൻ ദുന്യാവിൽ സ്വാതന്ത്ര്യമൊക്കെയുണ്ട്. പക്ഷേ അല്ലാഹുവിൻ്റെ കോടതിയിൽ ആ വിശ്വാസവുമായി മരിച്ചുപോയവർക്ക് രക്ഷയുണ്ടാവില്ല. അതുകൊണ്ട് മുസ്തഖീമായ വഴി എന്ന് പറയുന്നത് നബിമാർ കാണിച്ച വഴിയാണ്, സിദ്ദീഖീങ്ങൾ കാണിച്ച വഴിയാണ്, ശുഹദാ കാണിച്ച വഴിയാണ്, സാലിഹീങ്ങൾ കാണിച്ച വഴിയാണ്. അവരുടെ ജീവിതത്തിൽ അവർ റബ്ബല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് ഖുർആനിൽ വേണ്ടേ? മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമുക്ക് പഠിപ്പിച്ചു തരണ്ടേ? അങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? ഇതിലാർക്കാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? അത്രത്തോളം ആ വിഷയം ലളിതമാണ്, വ്യക്തമാണ്.
നിങ്ങൾ ചിന്തിക്ക്, നമ്മളിപ്പോൾ ഹജ്ജിൻ്റെ സീസണിലാണ്. എത്രയോ സഹോദരന്മാർ എപ്പോഴാണ് ഫ്ലൈറ്റ് കയറാനുള്ള ഡേറ്റ് അറിയിക്കുക എന്ന് കാത്തുകൊണ്ടിരിക്കുന്ന നേരമാണ്. എന്തിനാണ് അവിടേക്ക് പോകുന്നത് പ്രിയമുള്ളവരെ? അവിടേക്ക് നമ്മൾ പോകുമ്പോൾ ആ ഇഹ്റാം ചെയ്യുന്ന ഉടനെ തന്നെ നമ്മൾ അവിടം മുതൽക്ക് പറയുന്ന ഒരു ദിക്റുണ്ട്, ഒരു പ്രതിജ്ഞയുണ്ട്, ഒരു പ്രഖ്യാപനമുണ്ട്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഞാനിതാ വരികയാണ്, നിന്റെ അടുക്കലേക്ക് വരികയാണ്, നിന്റെ മാത്രം തൃപ്തിയാണ് ഉദ്ദേശിക്കുന്നത്. ലബ്ബൈക ലാ ശരീക ലക, നിനക്ക് യാതൊരു പങ്കാളിയുമില്ലല്ലോ. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക, സർവസ്തുതികളും റബ്ബേ നിനക്കാണ്, അതുപോലെ തന്നെ എല്ലാ നിഅമത്തും തരുന്നത് നീയാണ്. എല്ലാം നീ കാത്തുകൊള്ളണേ, നീ കബൂലാക്കണേ, ആഫിയത്ത് തരണേ, നീ സ്വീകരിക്കുന്ന നിലക്ക് കർമ്മം ചെയ്യാനുള്ള ആരോഗ്യം തരണേ, പൊന്നുമക്കളടങ്ങുന്ന കുടുംബത്തിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് തരണേ. എല്ലാം നിന്നെക്കൊണ്ടേ കഴിയൂ റബ്ബേ, നിനക്കൊരു പങ്കാളിയുമില്ലെന്ന് ആവർത്തിച്ച് പറയുന്ന ഹാജിമാർ അവർ ഹജ്ജിന് പോകുമ്പോൾ ആ തൽബിയത്തല്ലേ അവർ മുഴക്കുന്നത്. ആ ഹജ്ജിൻ്റെ ഏതെങ്കിലും ഒരു ചടങ്ങുകളിൽ അവിടെ ആ പുണ്യഭൂമിയിലെത്തിയിട്ട് നമ്മൾ ഹജ്ജിൻ്റെയോ ഉംറയുടെയോ കാര്യങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ എ മുതൽ സെഡ് വരെയുള്ള ദിക്റുകൾ നോക്ക്, ദുആകൾ നോക്ക്. ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ, ഇസ്മായിൽ നബിയെ കാക്കണേ, യാ നബി അല്ലാഹി ഇബ്രാഹിം, യാ നബി അല്ലാഹി ഇസ്ഹാഖ്, യാ വലിയത്തല്ലാഹി ഹാജർ എന്നിങ്ങനെ ഹാജറ ബീവിയോടോ ഇസ്മായിൽ നബിയോടോ ഇബ്രാഹിം നബിയോടോ ഒരു പ്രാർത്ഥന എവിടെയെങ്കിലും വെച്ച് നമുക്ക് നിർവഹിക്കാനുണ്ടോ? ഒരു മുസ്ലിമിന് അങ്ങനെ നിർവഹിക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഇനി അവരെ നേരിട്ട് വിളിക്കുന്നത് പോകട്ടെ, എവിടെയെങ്കിലും വെച്ച് ബിഹഖ് ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, ഒബിജാഹി ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്മായിൽ നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, ഒബിബർക്കത്തി ഉമ്മിനാ, ഞങ്ങളുടെ ഉമ്മ ഹാജറ ബീവിയുടെ ബർക്കത്ത് കൊണ്ട് എൻ്റെ രോഗം മാറ്റണേ, ശിഫയാക്കണേ, പാപം പൊറുക്കണേ എന്നെങ്കിലും പറയുന്ന ഒരു പ്രാർത്ഥനയുടെ അംശമെങ്കിലും ഹജ്ജിന് പോയവരല്ലേ നമ്മൾ പഠിച്ച പ്രാർത്ഥനകളിൽ എവിടെയെങ്കിലും ഉണ്ടോ? അവിടെ നമുക്ക് അവരോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? അവരെ നമ്മുടെ മനസ്സിൽ ഓർമ്മയില്ലാത്തത് കൊണ്ടാണോ? കഅബ കാണുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരില്ലേ? മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഓർക്കാത്തവരുണ്ടാകുമോ? സർവ്വ അമ്പിയാക്കളെയും ഓർക്കാത്തവരുണ്ടാകുമോ? ഇസ്മായിൽ നബിയെ അവിടെ വെച്ച് ഓർമ്മ വരില്ലേ? സഫാ മർവക്കിടയിലൂടെ നടക്കുമ്പോൾ ഹാജറ ബീവിയെ ഓർക്കില്ല? പൊന്നു പൈതല് കാലിട്ടടിച്ച് ദാഹാർത്ഥമായി കൊണ്ട് നിലവിളിക്കുമ്പോൾ ഒരൽപ്പം ദാഹജലത്തിന് വേണ്ടി നമ്മുടെ ഉമ്മ പ്രയാസം സഹിച്ച് മലകൾ കയറി ഇറങ്ങി ഓടിയ ആ സ്ഥലത്തെത്തുമ്പോൾ ഉമ്മാനെ നമ്മൾ ഓർക്കില്ലേ? അവരോട് ബഹുമാനമില്ലേ? സ്നേഹമില്ലേ? അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരൊക്കെ പഠിപ്പിച്ച വഴിയിലാണ് നമ്മൾ പോകുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഹാജറ റളിയല്ലാഹു അൻഹാ, ഇവരാരും റബ്ബിനോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് അവരോടൊക്കെ നമുക്ക് ബഹുമാനമുണ്ട്, ആദരവുണ്ട്, സ്നേഹമുണ്ട്. അവിടെയൊക്കെ എത്തുമ്പോൾ അവരെ നമുക്ക് ഓർമ്മ വരും, മുത്തു മുസ്തഫയെ നിരന്തരം ഓർമ്മ വരും. കാരണം ഹജ്ജിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മുടെ നേതാവാണ്. ആ നേതാവ് കാണിച്ചു തന്നതുപോലെ മാത്രം ഹജ്ജ് ചെയ്താലേ ഹജ്ജ് സ്വീകരിക്കുകയുള്ളൂ. അതേ അവസരത്തിൽ പല പുസ്തകങ്ങളും വായിച്ചു, പലരുടെയും വഅളുകൾ കേട്ടു. ഹജ്ജ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നിരന്തരം ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്ന ചില മുസ്ലിയാക്കളില്ലേ, അവരതാ ഹജ്ജിന് പോകുന്ന ആളുകളുടെ മനസ്സിൽ തീ കോരിയിടുകയാണ്. അവർ വലിയ പ്രയാസമാണിതൊക്കെ എന്ന് തോന്നിപ്പിക്കുകയാണ്. ഓരോ തവാഫിലും ചൊല്ലേണ്ട, ഓരോ ചുറ്റിലും ചൊല്ലേണ്ട ദുആ എന്ന് പറഞ്ഞ് നീണ്ട ദുആകൾ പഠിപ്പിക്കുന്ന ഹജ്ജ് ക്ലാസ്സുകളുണ്ട്. അങ്ങനെ പലതുമുണ്ട്. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതുപോലെ അത് കൃത്യമായി എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്ന് ഇതാ ഈ കൂട്ടായ്മ എത്രയോ സ്ഥലങ്ങൾ
സ്ഥലങ്ങളിൽ ഓരോ ഹജ്ജിൻ്റെ സീസണുമാകുമ്പോൾ ക്ലാസുകൾ കൊടുക്കുന്നു. യൂട്യൂബിൽ അതൊക്കെ ലഭ്യമാണ്. നമ്മുടെ ഹജ്ജ് ക്ലാസ്സുകളിൽ വെച്ച് നമ്മുടെ പണ്ഡിതന്മാർ കൃത്യമായി ആധുനിക ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഹജ്ജിൻ്റെ വിശദാംശങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളത് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഹജ്ജിന് പോകുന്ന ആളുകളും ഒരുങ്ങിയിരിക്കുന്നവരുമൊക്കെ അതൊന്ന് കേൾക്കാൻ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ പുണ്യഭൂമിയിലെത്തിയാൽ അവിടെ റഹ്മാനായ റബ്ബിനോടല്ലാത്ത ഒരു തേട്ടവും പ്രാർത്ഥനയും നമുക്കില്ല.